ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വ്ളോഗ്. ഇന്നത്തേത് ഈ കഴിഞ്ഞ സെൻറ്റ് തോമസ് ഡേക്ക് അല്ലെങ്കിൽ ജൂലൈ 3-ാം തീയതി ദുഃഖ്രാന ദിനത്തിൽ ഞങ്ങളുടെ പള്ളിയിൽ നടന്ന ആഘോഷങ്ങളെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കൊച്ചു വീഡിയോ ആണ്. അപ്പോൾ അന്നത്തെ ദിവസം തോമസ് എന്ന പേരുള്ള എല്ലാവരുടെയും ഫീസ്റ്റ് ഡേ ആണ്. ഞങ്ങളുടെ പപ്പയുടെയും അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെയും ഫീസ്റ്റ് ഡേ ആയിരുന്നു അന്ന് തന്നെ. ഫീസ്റ്റ് ഡേ എന്ന് പറയുന്നത് നമ്മൾ മാമോദീസയൊക്കെ ഇടുന്ന വിശുദ്ധൻ്റെ പേര്, തോമസ് എന്ന പേരുള്ള എല്ലാവരുടെയും ആ ഒരു വിശുദ്ധൻ്റെ തിരുനാളിൻ്റെ അന്ന് ആ ഒരു ഫീസ്റ്റ് ആഘോഷിക്കും. അതാണത്. ക്രൈസ്തവരെ സംബന്ധിച്ച് മാമോദീസ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഫീസ്റ്റ് ഡേ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ മാമോദീസയ്ക്ക് ഇടുന്ന പേരിൻ്റെ മധ്യസ്ഥൻ്റെ തിരുനാൾ അത് ആഘോഷിക്കുന്നത്. അപ്പോൾ അത് അന്നത്തെ ദിവസം ഞങ്ങളും ചെറിയ രീതിയിൽ വീട്ടിൽ ആഘോഷിച്ചായിരുന്നു. അതിനുശേഷം പള്ളിയിൽ വന്ന് വിശുദ്ധ കുർബാന ആയിരുന്നു. ഇപ്പോൾ ജൂലൈ 3-ാം തീയതി സുറിയാനി ക്രൈസ്തവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. അന്ന് കടമുള്ള ദിവസമാണ്. പള്ളിയിൽ പോകണം എല്ലാവരും. ഞായറാഴ്ച പോലെ തന്നെയാണത്. അതിനുശേഷം ഹാളിൽ എല്ലാ യൂണിറ്റിനെയും പ്രതിനിധീകരിച്ചുള്ള സെയിൻറ്റ് തോമസിൻ്റെ ആ ഒരു ഡ്രസ്സിങ്ങിൽ ആ ഒരു ആശയത്തെ പലതരം ആശയത്തിൽ ഉൾക്കൊണ്ട് പലതരത്തിലുള്ള സെൻറ്റ് തോമസിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് യൂണിറ്റ് അംഗങ്ങളുടെ ആ ഒരു ഇത് പ്രത്യേക ഒരു ഭംഗി തന്നെയായിരുന്നു അണിനിരുന്നത്. അതെല്ലാവരും കൂടെ അവസാനം ഒരു കേക്ക് കട്ടിംഗ് ഒക്കെ അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതിനുശേഷം അവരെല്ലാവരും കൂടെ ഒരു ഫോട്ടോ സെഷനും തോമസ് എന്ന പേരുള്ള എല്ലാവരും കൂടിയായിരുന്നു കേക്ക് കട്ടിംഗ് ഒക്കെ. അതിനുശേഷം ചെറിയ ചെറിയ പ്രോഗ്രാമുകളായിരുന്നു സ്റ്റേജിലുണ്ടായിരുന്നത്. കൊച്ചു കുഞ്ഞുങ്ങളുടെ ഡാൻസ്, അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ തന്നെ ഓരോ സ്റ്റേറ്റിനെയും റെപ്രസെൻറ്റേറ്റ് ചെയ്തുള്ള ഡാൻസ്. അതിൽ ജോഫ് കുട്ടൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു. ആ ഒരു സെൻറ്ററിൽ നിൽക്കുന്ന തമിഴ്നാടിൻ്റെ ഡ്രസ്സ് ഇട്ട 2 പേരിൽ ആ ഒരു ആൺകുട്ടിയാണ് ജോഫ് കുട്ടൻ. അപ്പോൾ ആ ഒരു പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. കാശ്മീരി പെൺകുട്ടി, തമിഴ്നാട്, ബംഗാളി അല്ലെങ്കിൽ ഒറീസ, അങ്ങനെയെല്ലാം അതിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്തുള്ളതായിരുന്നു. അതിനുശേഷം മാർഗ്ഗംകളിയായിരുന്നു. മാർഗ്ഗംകളി അറിയാമല്ലോ, നമ്മുടെ ട്രഡീഷണലായിട്ടുള്ള ക്രൈസ്തവരുടെ ഒരു പ്രത്യേകമായിട്ടുള്ള ട്രഡീഷണൽ അല്ലെങ്കിൽ ആ ഒരു പഴമ തുളുമ്പുന്നൊരു കളിയാണ് മാർഗ്ഗംകളി. കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളിങ്ങനെ കളിച്ച് കാണുന്നത്. ഒരുപാട് കോമ്പറ്റീഷന് കണ്ടിട്ടുണ്ട്. എന്നാലും ഇങ്ങനെ പള്ളികളിലൊക്കെ ഇത് കളിക്കുമ്പോൾ, അതും ഇതുപോലെയുള്ള ദിവസങ്ങൾ കളിക്കുമ്പോൾ അതിലൊരു പ്രത്യേക ഒരു നല്ലൊരു ഇതാണ് എല്ലാം കൂടെ വരുമ്പോൾ. അങ്ങനെ വളരെ മനോഹരമായിരുന്നു എല്ലാം കൂടെ. അപ്പോൾ ആ ഒരു മാർഗ്ഗംകളിക്കൊക്കെ ശേഷം ഇതിൻ്റെ പ്രധാന നേർച്ച ഭക്ഷണമായ പാച്ചോറായിരുന്നു. ഇങ്ങനത്തെ വിശുദ്ധപ്പെട്ട ദിവസങ്ങൾ കൊടുക്കുന്ന നേർച്ച ഭക്ഷണമാണത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. താങ്ക് യു.